സ്വർഗം കിട്ടാൻ ഏറ്റവും എളുപ്പവഴി, എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വഴി ആണോ? ആണ്ട ഗുണമില്ല ആണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലമ ل20 رجلا ജമാഅത ഔ ഫുറാദ, ഒരു ദിവസം 20 പേർക്ക് സലാം പറഞ്ഞാൽ, ഫുറാദ ജമാഅതൻ ഔ ഫുറാദ, 20 ആൾ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ കൂട്ടമായിരിക്കുന്ന ആളുകളൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ഇരിക്കുകയാണ്, പോകുന്ന ആളുകൾക്ക് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, അങ്ങനെ രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ ഒരാൾ 20 പേരോട് സലാം പറഞ്ഞു എന്നിട്ട് അയാൾ ആ ദിവസം മരിച്ചാൽ വജബൽ ജന്ന, അവന് വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്. അഫലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും, നിങ്ങൾക്ക് ഞാൻ സ്നേഹത്തിന്റെ ഒരു ക്യാപ്സ്യൂൾ പറഞ്ഞു തരട്ടെ, സ്നേഹിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ചെറുപ്പക്കാരൻ ആവശ്യപ്പെടുകയെ കൂട്ടുന്നുണ്ട്, വേഗം പറഞ്ഞു കിട്ടാതെ ഞാൻ 2-3 വർഷമായി ഒരു പെണ്ണ് നിങ്ങൾ നിൽക്കാൻ വേണ്ടി നടക്കുന്നത് സാധിച്ചിട്ടില്ലല്ലോ, 3 വർഷമായി ഞാൻ പിന്നാലെ കൂടുന്നു, അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വേഗം പറയിസ്ഥാതെ എന്നാ കേട്ടോളി. എന്താണ്? അഫലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും, നിങ്ങളത് ചെയ്താൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും. സ്വഹാബാക്കൾ പറഞ്ഞു, നബി വേഗം പറഞ്ഞു അഫ്ശു സലാമ ബൈനകും, നിങ്ങൾ പരസ്പരം സലാം പറയണം, എങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറയാൻ ചെറുപ്പക്കാർ കണ്ട പെണ്ണുങ്ങളോടൊന്നും സലാം പറയാൻ നിൽക്കല്ലേ, പച്ച ഹറാമാണ്. അന്യ സ്ത്രീകളോട് സലാം പറയുന്നത്, പുരുഷന്മാർ പുരുഷന്മാരോട്, സ്ത്രീകൾ സ്ത്രീകളോട്, പിന്നെ മഹറമായ ബന്ധുക്കൾ, വിവാഹബന്ധം ഹറാമായവരോട് സലാം പറയാം. ഇങ്ങനെ അനുവദനീയമായ ആളുകളോടൊക്കെ സലാം പറയാം. നമ്മുടെ നാട്ടിലേക്ക് എല്ലാവരും സലാം പറഞ്ഞാൽ എന്ത് സന്തോഷം ഉണ്ടാകുന്നവരുടെ ഇടയിൽ. അതേപോലെ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ, നിങ്ങളുടെ ദോഷം പൊറുക്കപ്പെടാൻ, നിങ്ങളുടെ പാപം പൊറുക്കപ്പെടാൻ വേറൊരു എളുപ്പവഴി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സുഹൃത്തിനെ കാണുമ്പോൾ ഒന്ന് മുസാഫഹത്ത് ചെയ്യുക. നിങ്ങൾ 2 പേരും കൈകൾ പിരിയുമ്പോഴേക്കും നിങ്ങളുടെ പാപങ്ങളെല്ലാം വീണ് ഇല്ലാതാകുമെന്നും നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സലാം വർദ്ധിപ്പിക്കുക. കാരണം ഇത് അല്ലാഹുവിന്റെ നാമമാണ്, അല്ലേ? സലാം, അല്ലാഹുവിന്റെ നാമത്തെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഇത് ഓതുന്ന ആളുകളുണ്ടെങ്കിൽ കൈപൊക്കി. മാഷാ അല്ലാഹ്, കുറെ ആളുകളുണ്ടല്ലോ. മാഷാ അല്ലാഹ്, ഇത് ഓതിയാലുള്ള നേട്ടം അറിയോ? 70,000 മലക്കുകൾ സുബഹിക്ക് ശേഷം ഇത് ഓതിയാൽ
മഗ്രിബ് വരെ 70,000 മലക്കുകൾ പടച്ചവനോട് ചോദിക്കണം, അള്ളാഹ് അയാൾക്ക് പുറത്തു കൊടുക്കണം. ആരും ഒരാളല്ല, 70,000 മലക്കുകളോട് മലക്കുകൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടും, അള്ളാഹുവെ അയാൾക്ക് പുറത്തു കൊടുക്കണം. അടുത്ത മലക്ക് അള്ളാഹുവെ അയാൾക്ക് പുറത്തു കൊടുക്കണം. 70,000 മലക്ക് അള്ളാഹുവിനോട് ആവശ്യപ്പെടും. നമ്മൾക്ക് എന്താ പണി? എന്താ? 2 മിനിറ്റ് നിന്ന് ഓതിയാൽ മതി. സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗം. ചെറുപ്പക്കാരികൾ എല്ലാവരും ഈ സദസ്സിലേക്ക് വന്ന എല്ലാവരോടും ഞാൻ വസിയത്ത് ചെയ്യാം, നിങ്ങളത് ഇന്നു മുതൽ തുടങ്ങണം. മഗ്രിബിന് ശേഷം ഒരാൾ ഓതിയാൽ സുബഹി വരെ 70,000 മലക്കുകൾ അയാൾക്ക് പുറത്തെടുമെന്നാണ്. അള്ളാഹുവെ അയാൾക്ക് പുറത്തു കൊടുക്കണം എന്ന് 70,000 മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പോലെ ഒരു മലക്ക് ദുആ ചെയ്താൽ പോലെ ലൗ അൻസൽന മുതൽ അവസാനം വരെ സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗം. വേറെ ഹദീസിൽ വേറെ റിപ്പോർട്ടിൽ കാണാം, ഇത് ഓതി ഒരാൾ മരിച്ചാൽ മാത ഷഹീദ, അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നും ചില ഹദീസുകളിൽ കാണാം. ഞാൻ പറഞ്ഞത് ഈ ഒരു ദിക്ർ ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്നു മുതൽ പതിവാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അസ്സലാം എന്നൊരു നാമം അള്ളാഹുവിന്റെ നാമമാണ്. ആ നാമത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി. ആ നാമത്തെ നിങ്ങൾ പരസ്പരം വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും. അതോടുകൂടി ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെടും. 20 പേരോട് ഇത് ചൊല്ലി ഒരാൾ ആ ദിവസം മരിച്ചാൽ വജബത്തുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പൊറുത്തു തന്ന് സ്വാലിഹീങ്ങളായ ആളുകളിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു 547 ആണെന്ന് തോന്നുന്നു പറഞ്ഞു. പക്ഷെ അതിന് ഇനി പോവല്ലേ, ഇത് ദ്വാ ചെയ്തിട്ടേ പോകാൻ പാടില്ല. എന്തേന്ന് കുറച്ച് ചെറിയൊരു ദ്വാ ഇൻഷാ നാളെ നല്ലൊരു ദ്വാ ഇവിടെ വരാനുണ്ട്. ഒരു നല്ലൊരു ദ്വാ ഇൻഷാ നാളെ വരും. അപ്പൊ എല്ലാവരും ഇവിടെ വരണം. അതിനു മുമ്പ് ഇന്ന് ആത്മാർത്ഥമായി ആമീൻ പറയണം. കുറച്ച് ഞാൻ ദ്വാ